നിങ്ങളൊരു +2 കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണോ? വെക്കേഷനൊക്കെ കഴിഞ്ഞില്ലേ? എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. അപ്പൊ അതുപോലെ എത്രയോ പെട്ടെന്ന് ഈ +2 ലൈഫും കഴിഞ്ഞു പോകും. എത്രയോ പെട്ടെന്ന് ആ എക്സാമുകളൊക്കെ ഇങ്ങെത്തും. അപ്പോൾ വെക്കേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഓക്കെ, പഠിച്ചെങ്കിൽ അത്രയും നല്ലത്, നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടി സ്പീഡിൽ പോകാം. ഇനി പഠിച്ചില്ല എന്ന് വിചാരിക്കുക, അത് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, കരിയറിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. എപ്പോ? ഇനി പഠിച്ചാൽ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാലം, ഈ ലാസ്റ്റ് വീക്ക്, ഈ വെക്കേഷന്റെ ഈ ലാസ്റ്റ് വീക്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതായത് ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. ഒന്നാമത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കടയിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബുക്ക് മേടിക്കുക. ഒരു പുസ്തകം ഉണ്ടോ, അതിന്റെ പേര് പ്ലാനിങ് ബുക്ക് എന്നാണ്. അപ്പൊ ഈ വർഷം നിങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ ഇറങ്ങരുത്. ലൈഫിൽ എന്ത് നേടണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ്ങാ. പ്ലാനിങ് മാത്രം പോരാ, പക്ഷേ പ്ലാനിങ് ചെയ്യണം. പ്ലാനിങ് പ്രധാനമാണ്. ഓക്കെ, സോ ആദ്യം ഈ ബുക്ക് മേടിച്ചിട്ട് +2 നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കാനുണ്ട് നേരെയായിട്ട് എഴുതുക. ഓരോ സബ്ജക്റ്റും ഓരോ പേജിൽ ഹെഡിങ് കൊടുത്ത് അതിൽ ഏതൊക്കെ ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് അതും മനസ്സിലാക്കി വെക്കുക. ആ ചാപ്റ്ററിലെ കണ്ടന്റുകൾ എന്തൊക്കെ, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇൻഡെക്സിൽ പെർഫെക്റ്റ് ആവുക, എന്നാൽ നമ്മൾ സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആകും. അപ്പോൾ ഇൻഡെക്സ് സെറ്റ് ആക്കി വെക്കുക. നിങ്ങളെ അക്കൗണ്ടൻസി പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്, അത് ഞങ്ങൾ സെറ്റ് ആക്കി തരും, അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ, ഇനി എക്കണോമിക്സ് പഠിക്കാൻ നിങ്ങൾക്ക് അറിയാം, സൽസബിസാന്റെ കിടിലൻ ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബിസിനസിന് ഒരു അടിപൊളി ഫാക്കൽറ്റി ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സാറും ആ ക്ലാസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. സോ എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്യണം, പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, പ്ലാനും ഞങ്ങൾ തന്നെ ഉണ്ടോ, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഞങ്ങളുടെ സൂപ്പർ ബാച്ചിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും ടൈം ടേബിൾ, അതുപോലെ ഏതൊക്കെ ദിവസം ഏതൊക്കെ പഠിക്കണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാനുകൾ വരുന്നുണ്ട്. സോ ആരെങ്കിലും ബാച്ചിൽ പിന്നീട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പഠിത്തം പിന്നീട് തുടങ്ങാം. വെക്കേഷൻ കഴിയട്ടെ, വെക്കേഷൻ കഴിഞ്ഞ് ഓക്കെ, ഇപ്പോഴെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് റഷ് ആകാതെ, കഷ്ടപ്പെടാതെ, അവസാനത്തേക്ക് വെക്കാതെ, എല്ലാം കൂടി തലവേദനയാകാതെ മര്യാദയ്ക്ക് നല്ല ലോജിക്കലി കൃത്യമായി പഠിച്ചു പോകാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ് ബുക്ക് ആദ്യം എഴുതുന്നു. ഓക്കെ, രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ +2 സബ്ജക്റ്റുകളും അതിന്റെ കണ്ടന്റ് ഒക്കെ നിങ്ങൾ നോക്കിയല്ലോ, അതുമായി ബന്ധപ്പെട്ട +1 ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള +1 നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ അതൊന്നും കൂടി റിവൈസ് ചെയ്യുക. ഗായ്സ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. +2 തുടങ്ങിയാൽ നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഇത് ഈ വെക്കേഷന് മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഞങ്ങളുടെ തന്നെ ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ ഓൾറെഡി ഞാൻ എന്ത് ലൈവായിട്ട് തന്നെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് +1 ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അപ്പൊ പ്ലാനിങ് കഴിഞ്ഞു, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പൊ മനസ്സിലായി ഏതൊക്കെ കണ്ടന്റ് +2 പഠിക്കാനുള്ളതെന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ അതിനുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അതിന്റെ ബേസ് ആയിട്ടുള്ള +1 ടോപ്പിക്സുകൾ റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അതും റിവൈസ് ചെയ്യുക. ഇനി ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്, നിങ്ങൾ സ്റ്റഡി ചെയ്യുക. അല്ലേ, ഇനി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആദ്യ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ 1 പഠിക്കണം നിങ്ങൾ. കാരണം സ്കൂളിൽ ചാപ്റ്റർ 1 തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ തുടങ്ങണം. അപ്പോൾ ഒരു ഫ്ലോ ഉണ്ടാകും. ഒരിക്കലും സ്കൂളിൽ കഴിയാൻ കാത്തിരിക്കരുത്. സ്കൂളിൽ അങ്ങനെ തുടങ്ങി സ്കൂളിൽ ഒരു എക്സാം ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ റഷ് ആകും അതിനുവേണ്ടി, അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും കൂടി മിക്സ് ആയി ഒരുമാതിരി റഷ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സമയം കൊടുക്കണ്ട, ഇപ്പോഴേ തുടങ്ങ്. നിങ്ങൾക്ക് അറിയാലോ, +1 +2 കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ്, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, സോ ഗൈസ്, നിങ്ങളുടെ നന്മയും കൂടി ഒത്ത് പറയാം, നേരത്തെ തുടങ്ങിയാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അവസാന നിമിഷം കഷ്ടപ്പെടാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. കൊമേഴ്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. CA CMA അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ, അല്ലെങ്കിൽ BCom ടീച്ചിങ് മേഖല, എല്ലാ ഏതെങ്കിലും ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നമ്മൾ ഈ +1 +2 ബേസ് പക്കായിരിക്കണം. സോ ഈ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് പോവുക. സ്റ്റഡി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് പഠിക്കാം. ബട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് എജുപോർട്ട് ആപ്പ് വഴി. കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്താൽ ഞങ്ങൾ വഴി നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഞങ്ങൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് തരാം. ഞങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ് ഓൾറെഡി ആപ്പിൽ ഉണ്ടാകും. അത് എന്ന് പഠിക്കണമെന്ന് ഷെഡ്യൂൾ ചെയ്ത് തരും. മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് തരാം, PYQs തരാം, PYQ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് തരാം. അങ്ങനെ നിങ്ങൾ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് +2 നല്ല മാർക്ക് മേടിക്കട്ടെ അത് ഞങ്ങൾ ചെയ്യാം. അതിന്റെ കൂടെ +1 ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഞങ്ങൾ തരാം ഫ്രീ ആയിട്ട്. +2 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും +1 ഇംപ്രൂവ്മെന്റ് ബാച്ച് ഫ്രീ ആയിരിക്കും. അതേപോലെ നമുക്കറിയാം +2 കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതും തരാം ഫ്രീ ആയിട്ട്. ഇംഗ്ലീഷിന്റെ ബേസ് ഫൗണ്ടേഷൻ, ഇംഗ്ലീഷ് സബ്ജക്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടില്ലേ. അത് കൂടാതെ ഈ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളൊക്കെ ഈ ബുദ്ധിമുട്ടുള്ളത് കാരണം സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സ്, അത് ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ നേരത്തെ വെക്കേഷൻ ഈ സമയത്ത് മുമ്പ് ബാച്ച് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത്രയും ഓഫറുകളാണ് നിലവിലുള്ളത്. സോ അത് തീരുന്നതിന് മുമ്പ് തന്നെ, ആ ഒരു ഓഫർ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ലിങ്കിൽ പോയി
രജിസ്റ്റർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിക്കോളൂ. ഞങ്ങൾ കൂടെ ഉണ്ടാകും, ഞങ്ങൾ സെറ്റാക്കി തരും. അപ്പോൾ വെക്കേഷൻ കഴിയാനായി എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ ജീവിതം മറന്ന് കളിക്കരുത് മക്കളെ. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.